മിമിക്രി കലാകാരൻ, ഹാസ്യതാരം, ഗായകൻ എന്ന് തുടങ്ങിയ നിരവധി മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു എന്നുള്ളത്. കാരണം തൃശ്ശൂർ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹശേഷം കൊച്ചിയിലേക്ക് മാറി. അവിടെ ആലുവയിലായിരുന്നു അദ്ദേഹം ആദ്യം താമസിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും ഈ വണ്ടികളുടെ ബഹളം അതൊന്നും തന്നെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഒരു ഒതുങ്ങിയ ജീവിതത്തിലേക്ക് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്നുള്ളതാണ്. അത് അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള വീടാണ്. ഈ മണ്ണ് കൊണ്ട് നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ മൺവീട്, അത് മലയാളികൾക്കിടയിൽ എങ്ങനെയാണോ നവാസ് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടും മലയാളികൾ അത്രമേൽ മലയാളികൾ ആകർഷിച്ചിട്ടുള്ള ഒരു വീട് തന്നെയായിരുന്നു ഈ മൺവീട് എന്ന് പറയുന്നത്. അത് അദ്ദേഹം വളരെയധികം സ്വപ്നങ്ങൾ നിറച്ചുകൊണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൻ്റെ കുടുംബം ഈ വീടുമായി എത്രത്തോളം അടുപ്പമുണ്ട് എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും തനിക്ക് ഈ വീടുമായി അത്രമാത്രം ആത്മബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവർ വിദേശത്തേക്കൊക്കെ യാത്ര പോകുമ്പോഴും ഈ വീടുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ വീട്ടിൽ നിരവധിയായിട്ടുള്ള ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നവാസ് എന്നുള്ളതാണ് അർച്ചന. തീർച്ചയായും പ്രകൃതി സ്നേഹി ഒപ്പം മനുഷ്യ സ്നേഹി എന്നെല്ലാം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. സിനിമാ മേഖലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് പുറത്തും നിരവധിയായ ബന്ധങ്ങളുണ്ട്. കാരണം അത്രമാത്രം ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത എത്തിയത്. ഒരു വലിയ ജനക്കൂട്ടമാണ് നമ്മൾ ആശുപത്രിക്ക് മുന്നിൽ കണ്ടത്. കാരണം അദ്ദേഹത്തിന് മരണ വാർത്ത അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആളുകൾ ഈ ആശുപത്രിക്ക് മുന്നിലേക്ക് തടിച്ചുകൂടിയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സിനിമയിലെ സഹപ്രവർത്തകരും ഒപ്പം സിനിമയ്ക്ക് പുറത്തുള്ള ആളുകളുമെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഓടി ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. ഈ അണിയറ പ്രവർത്തകരടക്കം ഈ സിനിമ സെറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞത്. കാരണം തൊട്ട നിമിഷം അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞ് പോയതാണ് ഇവരെല്ലാം തന്നെ. അപ്പോഴാണ് ഇങ്ങനൊരു മരണ വാർത്ത, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നെറ്റലിലൂടെ അവർ കേട്ട് ഓടി ഇവിടെ എത്തുകയും ചെയ്യുന്നത്. കാരണം നമ്മളോട് തിരിച്ച് യാത്ര പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നതെന്നാണ് അവർ എല്ലാം തന്നെ പ്രതികരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ വലിയ സങ്കടത്തോടെയാണ് സിനിമാ മേഖലയിലെ പലരും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് പ്രതികരിച്ചത്. ഇനി ഇപ്പോൾ നാളെ സംസ്കാര ചടങ്ങുകളടക്കം ക്രമീകരിക്കാനുള്ള അത്തരം തീരുമാനങ്ങളെല്ലാം തന്നെ കുടുംബത്തിൻ്റെതാണ്. കാരണം കുടുംബം വടക്കാഞ്ചേരി കൊച്ചിയിലുമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുണ്ട്. കൊച്ചിയിൽ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ താമസിക്കുകയും ചെയ്യുന്നതാണ്. ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ 28-നാണ് അദ്ദേഹം സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എത്തുകയും ചെയ്തത്. അതിനുശേഷം സജീവമായി ആ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. അന്നൊന്നും യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. എന്തായാലും വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബം കൂടിയാണ്. പിതാവിൽ നിന്ന് തുടങ്ങി സഹോദരനും ഒപ്പം കലാഭവൻ നവാസിനും എല്ലാം തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് കൊച്ചിയിലേക്കും ഒപ്പം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലത്തൊക്കെ എത്തും. അതിനുള്ള ക്രമീകരണങ്ങളാണ് കുടുംബാംഗങ്ങൾ എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ എന്തായാലും നടത്തുക. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത സിനിമാ ലോകത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംബന്ധിച്ച്, കുടുംബങ്ങളെ സംബന്ധിച്ച് തീരാ നോവാണ്. കാരണം അത്രമാത്രം മലയാളികൾക്ക് സുപരിചിതമാണ്. മലയാളികൾക്ക് അത്രമാത്രം മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും മനസ്സിൽ പതിഞ്ഞ അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തെ പതിഞ്ഞ ഒരു മുഖമാണ് കലാഭവൻ നവാസിന്റെ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ അത്രമാത്രം മലയാളികൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഏതൊരു കഥാപാത്രവും അദ്ദേഹത്തിന്റെ പേര് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച ശൈലി കൊണ്ടും എന്നും നമ്മൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഓർത്തോളം കാലം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. അദ്ദേഹം നമ്മളുടെ മനസ്സിലെന്നും ഉണ്ടാകും. അദ്ദേഹം അത്രമാത്രം സിനിമയെ സ്നേഹിച്ചിട്ടുണ്ട്, കലാകാരന്മാരെ സ്നേഹിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെ ഒപ്പം മിമിക്രിയിലൂടെ പല നടന്മാരെ പോലും അദ്ദേഹം മിമിക്രിയിലൂടെയാണ് തുടങ്ങിയത്. 90-കളിൽ സജീവമായ മിമിക്രിയിലുണ്ടായിരുന്നു, ടെലിവിഷൻ ഷോകളിലുണ്ടായിരുന്നു. പിന്നീട് 95-ൽ സിനിമാ രംഗത്തേക്ക് വരുന്നു. അങ്ങനെ സിനിമയിൽ സജീവമാകുന്നു. ചെറിയ കഥാപാത്രങ്ങളിലൂടെ തുടങ്ങി പിന്നീട് മികച്ച കഥാപാത്രങ്ങൾ വരെ അദ്ദേഹം, അതായത് വലിയ കഥാപാത്രങ്ങൾ വരെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്ന സിനിമ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങി. അതിനുശേഷം ഒരു ചെറിയ ഇടവേള അദ്ദേഹം എടുക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത. അത് തന്നെയാണ് ഏവരെയും ദുഃഖിപ്പിക്കുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ്
അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. കാരണം ഇന്ന് രാവിലെ പോലും അദ്ദേഹത്തെ തിരിച്ച മുഖമായി കണ്ടവരാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഏറെ കണ്ണീരോടെയും ദുഃഖത്തോടെയും ഇവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അപ്രതീക്ഷിതമാണ്. ആ ഞെട്ടൽ തന്നെയാണ് സിനിമാ ലോകം. എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നതിന് ശേഷമായിരിക്കും സംസ്കാരം ഒപ്പം പ്രദർശനമൊക്കെ തീരുമാനിക്കുക.